നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ, എംആൻഡസ് എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് മുട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ഈ പുറകെ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഓഖി പുനരധിവാസ പാക്കേജിൽ ചെയ്തു കൊടുത്ത, സർക്കാർ ചെയ്തു കൊടുത്ത ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഏകദേശം ഒരു 350ഓളം വീടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പലതിലും വെള്ളത്തിന്റെ ഫോഴ്സ് ഇല്ല. അപ്പൊ ഇവിടെ മെയിൻ കോർപ്പറേഷൻ ലൈൻ പോകുന്നുണ്ട്. ഈ കോർപ്പറേഷൻ ലൈനിൽ നിന്ന് ഈ വീടുകളിലൊന്നും തന്നെ പ്രോപ്പറായിട്ട് വെള്ളം എത്തുന്നില്ല. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ലൈൻ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും, ഒന്ന് എക്സ്ട്രാ പവർ പ്രഷർ ആക്കി കൊടുക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. വീഡിയോ കേട്ടോ. ഇവിടെയാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ്. ഈ ഒരു എൻട്രൻസ് പോയിന്റിൽ നമ്മുടെ ഈ റോഡിലൂടെ 6 ഇഞ്ചിന്റെ മെയിൻ ലൈൻ പോകുന്നുണ്ട്. ആ 6 ഇഞ്ച് മെയിൻ ലൈനിൽ നിന്ന് ഇതിനകത്തോട്ട് നമ്മൾ ഈ കാണുന്ന ഈ കോൺക്രീറ്റ് റോഡിന്റെ അടിയിലൂടെ 4 ഇഞ്ചിന്റെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു 350-400ഓളം വീടുകളുണ്ട്. അപ്പൊ ഇതിലെല്ലാം കൂടെ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് പ്രഷർ കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഷെൽട്ടർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പോലെ ഇതിന്റെ ബേസ് നമ്മൾ ആദ്യം ചെയ്തായിരുന്നു. അതിനുശേഷം കോൺക്രീറ്റ് എല്ലാം ചെയ്ത് ഫിക്സ് ചെയ്തു. അതിനുശേഷം ഈ കാണുന്ന പോലെ ജിഐയുടെ സ്റ്റാൻഡ് എല്ലാം ചെയ്തു, ഫുൾ ഫ്രെയിം വർക്ക് എല്ലാം ചെയ്തു. അതുപോലെ തന്നെ ഇതിന്റെ ഇലക്ട്രിക്കൽ സപ്ലൈ എല്ലാം എടുത്തതിന് ശേഷം ഇതിന്റെ പാനൽ ബോർഡ്സും അതുപോലെ ആവശ്യമായ പ്രൊട്ടക്ഷൻസ് എല്ലാം നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മുടെ പമ്പും ഇതിന്റെ കണക്ഷൻസ് എല്ലാം ചെയ്തു. അതാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു റൂമിനകത്ത് നമ്മൾ ഒരു പമ്പ് സെറ്റ്, നമ്മളൊരു ബൂസ്റ്റർ പമ്പ് വെച്ചിട്ടുണ്ട്. ഇത് ക്രോംപ്ടന്റെ 5 HP ഒരു ബൂസ്റ്റർ ലൈൻ പമ്പാണ്. അത് 4 ഇഞ്ചാണ് ഇതിന്റെ പൈപ്പ് ലൈൻ ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് 4 ഇഞ്ച് തന്നെയാണ്. MIS52 എന്നാണ് ഈ മോഡലിന്റെ പേര്. ഈ കാണുന്നതാണ് ഇതിന്റെ ഇൻപുട്ട് ലൈൻ. ഇത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലൈനിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബൂസ്റ്റ് ചെയ്തതിനു ശേഷം ഡെലിവറി പോകുന്ന ലൈനാണ്. അപ്പൊ ഇത് ഇത്രയും ചെയ്തതിനു ശേഷം നമ്മുടെ ഈ വീട്ടിൽ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയക്ക് വേണ്ടി നമ്മൾ രാവിലെ 6 മണി മുതൽ 7 മണി വരെ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ടൈമർ സിസ്റ്റം എല്ലാം അതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ഇത് ഫുൾ ആയിട്ട് ചാർജ് ചെയ്യും. അപ്പൊ ഈ കാണുന്ന എല്ലാ വീടുകളിലും ടാങ്കിനകത്തോട്ട് ആവശ്യം പോലെ ഒരു 1000 ലിറ്റർ വെച്ച് സ്റ്റോറേജ് ടാങ്ക് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ആ 1000 ലിറ്റർ എല്ലാം തന്നെ എല്ലാ വീട്ടിലും നിറയും. വൈകിട്ട് അതേപോലെ 7 മണി മുതൽ 8 മണി വരെ ഒരിക്കൽ കൂടി ഇതിനകത്ത് ചാർജ്. അപ്പൊ ഇങ്ങനെ 2 സമയത്ത് ഓരോ മണിക്കൂർ വീതം ഇത് പ്രഷർ ലോഡ് ചെയ്യും. ആ സമയത്ത് കംപ്ലീറ്റ് വീടുകളിലും വെള്ളം കിട്ടും. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന സിസ്റ്റം. നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് യൂണിവേഴ്സലിന്റെ കൺട്രോൾ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ടൈമർ സിസ്റ്റം, അതുപോലെ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, അങ്ങനെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻസ് ഇതിനകത്ത് വരും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒരു പ്രഷർ കൺട്രോൾ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സപ്പോസ് എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഈ പമ്പിന് ഓവർ പ്രഷർ, ഇപ്പൊ പല ടാങ്കുകളും ക്ലോസ് ആയി നിറഞ്ഞ് ഫില്ലാണ്, വെള്ളം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻലൈൻ പോകുന്ന പൈപ്പ് ലൈനിൽ നല്ല രീതിയിൽ പ്രഷർ വരും. അത് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 3 ബാറിന് മേളിൽ പ്രഷർ വരത്തില്ല. 3 ബാറിന് മേളിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കട്ട് ഓഫ് ആവാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റി ഫാക്ടറും കൂടെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അതിനുശേഷം തന്നെ ഐസൊലേറ്റർ ഓൺ ചെയ്യണം. ഐസൊലേറ്റർ ഓൺ ചെയ്തതിനു ശേഷം നമ്മുടെ പാനൽ ഓൺ ചെയ്യാൻ പോവാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ഡിജിറ്റൽ സിസ്റ്റംസ് ആണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ടൈമർ ഫെസിലിറ്റി, അതുപോലെ മറ്റെല്ലാ പ്രൊട്ടക്ഷൻസും വരുന്ന ഒരു പാനലാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ഞാനിത് മാനുവലി ഓൺ ചെയ്യുകയാണ്. മാനുവലി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് 9.8 ആംസ് 5 HP പമ്പ് വന്നിട്ട് 9.8 ആംസ് നമുക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജ് വന്നത് 382 വോൾട്ട് ഇവിടെ ഒരു പെർ ഫേസ് വോൾട്ടേജ് ഉണ്ട്. നമ്മളിപ്പോ മുട്ടത്തറ കണ്ട അതേ സെയിം സിസ്റ്റം തന്നെയാണ് വെള്ളയമ്പലത്തുള്ള ഉദാര ശിരോമണി റോഡിലും ചെയ്തിട്ടുള്ളത്. അതിന്റെ സെയിം പാനൽസും അതുപോലെ തന്നെ അതിന്റെ കൺട്രോൾ യൂണിറ്റ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ടൈമർ സിസ്റ്റം വെച്ചിട്ടുള്ള, അതുപോലെ തന്നെ സെയിം നമ്മുടെ 5 HP ക്രോംപ്ടന്റെ പമ്പുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ 3 ഇഞ്ചിന്റെ ഡെലിവറി ലൈനാണ് ചെയ്തത്. കാരണം ഇവിടെ കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ വന്നിട്ട് ഏകദേശം 3 കിലോമീറ്ററോളം ലെങ്തിൽ പോകാണ്ട്. ഇവിടുത്തെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ പ്രഷർ കൂടിയ മോഡലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ 5 HP 3 ഇഞ്ച് ലൈൻ വരുന്ന പമ്പാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണമ്മൂല ജംഗ്ഷനിൽ നിന്ന് പൊതുജനം റോഡിലോട്ട് പോകുന്ന ആ ഒരു സൈഡിലുള്ള ഈ പ്രഷർ ബൂസ്റ്റർ യൂണിറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സൈറ്റ് നമ്മൾ ചെയ്ത ഒരു സൈറ്റാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്രോംപ്ടൺ ബ്രാൻഡിന്റെ 10 HP മോണോബ്ലോക്ക് പമ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ പൈപ്പ് സൈസും 4x4 ആണ് ഇതിന്റെ പൈപ്പ് സൈസ്. അതുപോലെ തന്നെ ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ഡിസ്ചാർജ് ലൈൻ എന്ന് പറയുന്നത് 6 ഇഞ്ച് ലൈനാണ്. ഈ ഒരു ഏരിയയിൽ വളരെയധികം കണക്ഷൻസ് ഉണ്ട്. അതിനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ഒറ്റ പമ്പാണ് 10 HP ഈ ഒരു പമ്പിലാണ് ഇത് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് ഡിജിറ്റൽ യൂണിറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ, ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, അതുപോലെ തന്നെ ടൈമർ ഫെസിലിറ്റീസ് എല്ലാം ഈ ഒരു സിസ്റ്റത്തിലും ചെയ്തിട്ടുണ്ട്. ഈ പുറകെ കാണുന്നത് വെള്ളയമ്പലത്ത് കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി ഓൺലൈൻ ബൂസ്റ്റർ ചെയ്ത ഒരു സൈറ്റാണ് നമ്മൾ കാണുന്നത്. ഇത് ശിശുവിഹാർ ലൈനിലുള്ള ഒരു ബൂസ്റ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ ഇങ്ങനെ ഞങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും ഞങ്ങൾ ഈ ഓൺലൈൻ ബൂസ്റ്റർ സിസ്റ്റം ഒത്തിരി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും, അതായത് നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലോ ഒക്കെയുള്ള, അല്ലെങ്കിൽ ജലനിധികളിലോ ഒക്കെയുള്ള ഇങ്ങനെയുള്ള വാട്ടർ സപ്ലൈ ഏരിയകളിൽ പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. കേരളത്തിൽ എവിടെ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. ഈ കാണുന്ന സ്ക്രീനിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.